ഗെറ്റ് റെഡി സിറ്റിസൺസ്. ഈ സാറ് പറഞ്ഞൊരു വർത്തമാനമാണ് ഐക്യ ഓപ്പണായത്. ഒരു മനുഷ്യൻ്റെ മകൾ നഷ്ടപ്പെട്ടിട്ട് ആ വേദനയിൽ എല്ലാ മനുഷ്യന്മാർക്കും കൺട്രോൾ ഉണ്ടാവില്ല. ചില മനുഷ്യന്മാർ ചില രീതിയിൽ പ്രതികരിക്കും. അത് അക്രമമായിരിക്കാം, അല്ലെങ്കിൽ നിയമമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം. അപ്പോൾ ഈ ഡോക്ടർമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാരിസ് സാറ് പറഞ്ഞ കാര്യം കണ്ട, ഇത് പരിഹരിക്കുക സമൂഹത്തിൻ്റെ ആകെ ബാധ്യതയാണ്. ഓൾ ഓഫ് അസ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്ന് ഡോക്ടർ നാംദേവ് ഗോർബഗേഡ് IAS, ഡോക്ടർ റീന, ഓക്കെ അല്ലേ, പിന്നെ വീണ മാം, പിന്നെ സാറും. ആ ട്രിവാൻഡ്രത്ത് നിന്ന് പുതിയ ഡോക്ടർമാരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഒരു കമ്മിറ്റി എല്ലാം രാജിവെക്ക്. കാരണം പല യൂത്തുകളും മെഡിക്കൽ കൗൺസിലിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടാതെ താമസിപ്പിച്ച് പല കാരണങ്ങളും ആക്കി പല അമ്മമാരെയും അപ്പമാരെയും കണ്ണീര് കണ്ട സിറ്റിസനാണ് പറയുന്നത്, നിങ്ങളെ തകർക്കാൻ ഒരു സിറ്റിസനും കഴിയൂല. അതുകൊണ്ട് ഹാരിസ് സാർ ഒരു കാര്യം ചെയ്യണം. ഇത് കർണാടകയിലും മറ്റേ കേരളത്തിലും എൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ സാറേ? ആടെ പലതും പല രീതിയിൽ നടക്കുന്ന കാര്യമല്ലേ. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും 5 റുപ്യക്കും 10 റുപ്യക്കും ഉള്ളിയും 10 പച്ചക്കറിയും കാര്യങ്ങളും ഇങ്ങോട്ട് വരുമോ? സാറിന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നില്ല. അവിടുന്ന് അടിച്ചു കൊണ്ടിരുന്ന പലതരം കാര്യങ്ങളും കാസർഗോഡ് എൻഡോസൾഫാൻ വരെ ചർച്ച ചെയ്ത കേരളത്തിൽ താങ്കളെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസന് എന്താണ് പറയേണ്ടത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗം മേധാവി ആയിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പം എന്താണമ്മോ ഇറങ്ങിയ? എന്നാൽ സാറിന് എല്ലാവരും അറിയില്ല, ഇന്ത്യൻ സിറ്റീസിന് ഇപ്പോൾ എല്ലാവരും അറിയാം. ഡോക്ടർ നാംദേവ് ഗോർബഗേഡ്, റീന മാം, അങ്ങനെ കുറച്ച് ഡോക്ടർമാർ ആടിയിടെല്ലാം ഇരിക്കുന്നുണ്ട്. കാരണം കണ്ണൂരെ DM മിസ്റ്റർ പീയൂഷ് ഓൾസോ നോട്ട് ഗുഡ് മാൻ, വാട്ട് യു നീഡ് മോർ എവിഡൻസ്. എല്ലാവരും AC-യിലെല്ലാം ഇരിക്കാൻ അടിച്ച് പൊളിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ണൂരല്ലോ വരുന്നാക്കി ഇരിക്കാനില്ല. സോ ബി കെയർഫുൾ.